മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ എന്റെ അമ്മയുടെ കൂടപ്പിറപ്പിനെ. മരിക്കാൻ കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത സ്വന്തം കൂടപ്പിറപ്പിനെ. പാറു, നിനക്ക് എന്താ ചേച്ചി? നീ അമ്മയുടെ പോലെ തന്നെയാ. നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. അങ്ങനെ ജീവിക്കുന്നവര് ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കൂ. അതിന് നിനക്ക് വേറെന്തെങ്കിലും ഉദാഹരണം വേണോ? ഞാൻ ഇയാളോട് എന്റെ അമ്മയെ സഹായിക്കാത്തതിന് പരാതി പറയാമെന്നല്ല. ഇപ്പൊ ഒഴുക്കുന്ന ഈ കണ്ണീരുണ്ടല്ലോ, ഈ മുതലക്കണ്ണീര്, അത് ഒഴുക്കാൻ ഇയാൾക്കൊരു അർഹതയില്ലെന്ന് ഓർമ്മിപ്പിച്ചതാ. മതി, അവര് ജീവിച്ചിരിപ്പില്ല, എന്നോ ചത്തുപോയി. പാറു, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എങ്ങനെ കഴിയുന്നു ചേച്ചി ഇതൊക്കെ മറക്കാൻ? എന്നെക്കാട്ടിലും ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ വളർന്നു നീയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട്. എന്നിട്ടിപ്പോ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? നമുക്ക് പോവാം. ഇതിന് നല്ലത് കുണ്ടകൊണ്ട് കുത്തിയിട്ട് ചാവുന്നതാ. മക്കളെ പോവല്ലേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇപ്പൊ പോവല്ലേ. നീ പറഞ്ഞ പോലെ നിന്റെ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ അവളുടെ മക്കളെങ്കിലും നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. നിങ്ങളെ വെറുക്കാനോ ശപിക്കാനോ ഒന്നും എന്റെ അമ്മയ്ക്ക് പറ്റില്ല. എന്റെ ഓർമ്മയില് അമ്മയുടെ കണ്ണില് എപ്പോഴെങ്കിലും സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പറ്റി പറയുമ്പോഴും എന്റെ അമ്മമ്മയെ പറ്റി പറയുമ്പോഴും ഗായമ്മയെ പറ്റി പറയുമ്പോഴും അവരുടെ കുടുംബത്തിനെ പറ്റി പറയുമ്പോഴൊക്കെയാ. നിങ്ങൾക്ക് എന്റെ അമ്മ ആരും ആയിരുന്നില്ല, പക്ഷെ അവർക്ക് നിങ്ങളെല്ലാം ആയിരുന്നു. ഇനി എന്താ നോക്കി നിക്ക? പോവാം. നീയല്ലേ പറഞ്ഞതേ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന്? നീ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്കും ആഗ്രഹമില്ല. ഇവിടെ നിൽക്കും മക്കളെ, പുറത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാ. ഒരു വട്ടം ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ? പാറു, ഇങ്ങോട്ട് വാ, എനിക്ക് സംസാരിക്കണം. വാവേ, ഇങ്ങോട്ടൊന്ന് വാടി. എന്താ നിനക്ക് പറയാനുള്ളത്? നമ്മൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാടി. പോണോ വേണ്ടെന്നൊക്കെ നിനക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ ചേച്ചി പറയുന്നതൊന്നും നീ കേൾക്ക്. അത് കഴിഞ്ഞിട്ട് നീ എന്താ പറഞ്ഞു വരുന്നേ? നമ്മുടെ അമ്മ പറഞ്ഞ് നമുക്കറിയാവുന്ന കഥയിലെ അമ്മമ്മയും അമ്മച്ചനും പിരിയാനുള്ള കാരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് ഒന്നുമില്ല, അവര് തമ്മിലുള്ളൊരു സൗന്ദര്യ പിണക്കമല്ലേ. പിന്നെ അമ്മയും അമ്മമ്മയും അമ്മയുടെ വീട്ടിൽ ജീവിച്ചു. അമ്മാവനും അമ്മച്ചനും അമ്മച്ചന്റെ വീട്ടിൽ താമസിച്ചു. അവരങ്ങനെ ജീവിച്ചു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയല്ലേ. അമ്മമ്മയുടെ വീട്ടില് അമ്മയ്ക്ക് അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്തേ അമ്മച്ചന്റെ അടുത്തേക്ക് ഓടി പോവാത്തതെന്ന് ചോദിച്ചപ്പോ അമ്മ മൗനമായിട്ട് നിന്നപ്പോൾ പോലും നമുക്കൊരിക്കലും സംശയം തോന്നിയില്ല. നമ്മൾ ആ കഥയൊന്നും അന്വേഷിച്ചില്ല. അമ്മ പറഞ്ഞതുമില്ല. എന്ത് കഥയുടെ കാര്യ ചേച്ചി പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. നീ പറയും പോലെ എനിക്ക് അമ്മയുടെ ബുദ്ധിയാണല്ലോ കിട്ടിയത്. പലതും പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റും. അതൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളുടെ ലക്ഷണമാണോ? എനിക്കറിയില്ല. ഇവിടെ ഇവർ പൈസയ്ക്കൊന്നും നമ്മളെ പോലെ അത്ര ബുദ്ധിമുട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ വേറെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയല്ലേ കടന്നുപോയത്. അപ്പോ നമ്മളും ഇങ്ങോട്ടൊന്നും അന്വേഷിച്ചില്ലല്ലോ. നമുക്കും പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അന്വേഷിച്ചില്ല. അവരതിന്റെ പേരിൽ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. അവർ കംപ്ലൈന്റ് ഒന്നും പറയാത്ത പക്ഷം നമുക്കും അവകാശമുണ്ടോ? നമ്മളെ കുറിച്ച് അന്വേഷിച്ചില്ല, സഹായിച്ചില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയാൻ? നിന്നെ പോലെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. നീ പറഞ്ഞതും ശരിയായിരിക്കും. അതൊക്കെ നമ്മുടെ അമ്മയുടെ വിധിയാണല്ലോ. ചേച്ചി, അപ്പോ അമ്മ പറയാറുള്ള ഗായമ്മയാണോ ശബരി സാറിന്റെ അമ്മ? അപ്പോ ശബരി സാറിന്റെ അച്ഛൻ ആദ്യം സ്നേഹിച്ചിരുന്നത് നമ്മുടെ അമ്മയായിരുന്നല്ലേ? ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളാണല്ലേ ചേച്ചി നമ്മുടെ അമ്മ. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ട് ഒന്നും അനുഭവ
അതിനുള്ള ഭാഗ്യമില്ലാത്തൊരു സ്ത്രീ. ജനിച്ചതും വളർന്നതും ഒക്കെ കഷ്ടപ്പാടില്. കല്യാണം കഴിച്ചെടുത്തോ അവിടെയും പീഡനം. നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ? എന്തിന് ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കാതെ വർഷങ്ങളോളം കൊണ്ടു നടന്ന് വേദന തിന്ന് അങ്ങനെ അങ്ങ് മരിച്ചുപോയി. പിന്നെയല്ലേ പ്രണയമല്ലേ? അവിടെയും ദൈവം എന്റെ അമ്മയെ ചതിച്ചു. ചേച്ചി, ഞാനെന്നും വിളിക്കുമ്പോ പറയാറില്ലേ, ഞാനൊരു സ്വപ്നം കാണുന്നു, അതെന്നെ വല്ലാതെ അലസരപ്പെടുത്തുന്നു എന്നൊക്കെ. അതെന്താന്നറിയോ ചേച്ചിക്ക്? ശബരി സാറിനെ എന്നെയാ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറിനെയും പൊട്ടിക്കരയുന്ന എന്നെയും ഏതോ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിറങ്ങി പോകുന്ന സാറിനെയും ഒക്കെയാ ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ആരോ ചേർന്ന് സാറിന്റെ വയറിനെ കത്തിക്കൊണ്ട് കുത്തുന്നതോ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാനും സാറും ആയിരുന്നില്ല. ചേച്ചി പറഞ്ഞ പോലെ ശബരി സാറിന്റെ അതേ മുഖമുള്ള ശബരി സാറിന്റെ അച്ഛനും എന്റെ അതേ മുഖമുള്ള അമ്മയായിരുന്നു അത്. ആ സമയം എന്തിനാ എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇപ്പോഴാ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? എനിക്കിവിടെ നിൽക്കാനേ തോന്നുന്നില്ല. ശരിയാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമ്മളെ രണ്ടു കൂട്ടരും അന്വേഷിച്ചില്ല. പക്ഷെ ഈ ഏട്ടൻ അനിയത്തി ബന്ധം എന്നൊക്കെ പറഞ്ഞ ഇത്രയുള്ള ചേച്ചി. എന്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ എവിടേക്കാ കല്യാണം കഴിഞ്ഞ് എങ്ങനെയാ ജീവിക്കുന്നേ? അങ്ങനെ ഒന്നും അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചിരുന്നു പലവട്ടം. ആദ്യം അല്ലെങ്കിലേ അമ്മയുടെ വീട്ടിലേക്ക് വിശ്വേട്ടന് പ്രവേശനമില്ലായിരുന്നു. ഗായത്രിയുടെയും ബാലേട്ടന്റെയും കല്യാണം കഴിഞ്ഞതോടെ അവിടേക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ലെന്നായി. പലപ്പോഴും നിന്റെ അമ്മയെ കാണാൻ വിശ്വേട്ടൻ അങ്ങോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതെല്ലാം നിന്റെ അമ്മയെ തന്നെ ബാധിക്കുമെന്ന് കണ്ടപ്പോ വേണ്ടെന്ന് വെക്കായിരുന്നു. അമ്മാമാരെല്ലാരും കൂടെ വിമലയുടെ കല്യാണം നടത്തിയതും വിശ്വേട്ടൻ അറിയിച്ചില്ല. കല്യാണം കഴിഞ്ഞാണ് സ്വന്തം അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിശ്വേട്ടൻ അറിഞ്ഞത്. അന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ വിശ്വേട്ടന്റെ അമ്മച്ചനും അമ്മാവന്മാരും അവരുടെ മക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നീ എന്താടാ ഇവിടെ? കുഞ്ഞുങ്ങളെവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. അവളെ കാണാനോ? എന്തിന്? നിന്റെ തന്ത അവൾ ഉണ്ടായത് തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ബന്ധത്തിന്റെ പേരില ഇങ്ങോട്ട് അവളെ കാണാൻ വന്നത്? അവക്ക് ഇപ്പൊ കിട്ടിയ ജീവിതം കൂടെ ഇല്ലാതാക്കാനോ? ഇവിടെ അവളുടെ ചെക്കനും വീട്ടുകാർക്കും നിന്റെ തന്തയുടെ കാര്യമൊന്നും അറിയില്ല. അവളുടെ തന്ത ചത്തുപോയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. അവളുടെ കെട്ടിയോനൊരു മിലിറ്ററിക്കാരനാ, നിയമവും ചിട്ടയായിട്ട് ജീവിക്കുന്നവൻ. ഇതൊക്കെ അറിഞ്ഞ നിന്റെ തന്തയോട് ചോദിക്കാൻ ചെന്ന പിന്നെ അവളുടെ ജീവിതം തകരാൻ വേറൊന്നും വേണ്ടല്ലോ. ഒന്നെങ്കിൽ നിന്റെ തന്തയായിട്ട് അവനെ തീർക്കും, അല്ലെങ്കിൽ അവളെ. അന്ന് അതൊക്കെ ശരിയാണെന്ന് വിശ്വാസം തോന്നി തുടങ്ങി. കാരണം ഗുണ്ടായിസായിട്ട് നടക്കുന്ന കുടുംബം, അവിടെ നിന്നൊരു പെണ്ണ് ഒരിക്കലും നിയമം ചിട്ടയുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിക്കോണമെന്നില്ല. അത് അവളുടെ കുടുംബം തന്നെ തകർത്താലോ എന്ന് വിശ്വാസം തോന്നിയപ്പോ പിന്നീട് അന്വേഷിക്കാൻ പോയില്ല. വിമലയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ശബരിയുടെ ജനനം. പിന്നീടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാലോ. സാമ്പത്തികമായിട്ട് ഞങ്ങൾ തീരെ പിന്നോട്ട് പോകുന്നതും ആരവിനെ അച്ഛൻ കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ മോളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. ബാലേട്ടന്റെ മരണമായിട്ട് വിശ്വേട്ടന്റെ അമ്മ വീട്ടുകാർക്കും കൂടെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ വിശ്വേട്ടന് അതും ഒരു പേടിയായി. ഇനി വിമലയുടെ ഭർത്താവിനും ആ ഗതി തന്നെ വന്ന അതുകൊണ്ടാ പിന്നീട് അങ്ങോട്ടൊരു ബന്ധമില്ലാതായി മാറിയത്. പാറു മോളെ, എനിക്കറിയാം നീയും പ്രത്യേകിച്ച് ജാനിയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതൊന്നും എനിക്ക് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇനി മുതൽ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇവിടെ നിന്നോളാം മോളെ. പിന്നെ ഒരിക്കലും വിശ്വാസം നിങ്ങൾ ശപിക്കല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഒരു വേദനയും അറിയിക്കാതെ പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നതാ. അല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവിടെ നെഞ്ചിരികെ നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആന്റി, ഐ ആം സോറി ആന്റി. കുറെ കാലം മനസ്സിൽ ഒളിപ്പിച്ച സങ്കടമൊക്കെ
അറിയാതെ വന്നു പോയതാ. എനിക്ക് ഈ കഥയൊന്നും അറിയില്ലായിരുന്നു. സാരമില്ല മോളെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ വിധി അങ്ങനെ ആയിപ്പോയി. അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ആര് വന്നില്ലെങ്കിലും നിങ്ങളുടെ അമ്മാവൻ എന്തായാലും വരുമായിരുന്നു. പക്ഷെ ഇനി ഇനി നിങ്ങളെങ്കിലും സംരക്ഷിക്കാനുള്ള അവസരം അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ ഞാൻ ഇവിടുന്ന് എവിടേക്കും വിടില്ല ഇനി. പിന്നെ ജനമോളെ, ആ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് റൂം അത് പാറുവിന് കൊടുത്തോ. അവിടെ പോയി രണ്ടുപേരും ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അമ്മയ്ക്ക് വിഷമായോ? ഇല്ല മോനെ, നിനക്കിനി വിഷമാവാതിരുന്നാ മതി. എനിക്ക് എല്ലാരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹം, അത്രേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നും ആയില്ല കേട്ടോ. മോള് പോയി കുടിച്ചിട്ടൊക്കെ വാ, ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ശബരി, ഞാനറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ല ആന്റി. മോനെ അത് അന്ന് പറഞ്ഞു വന്നപ്പോ ജനങ്ങളോട് എല്ലാം അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷേ ഇനി അതിന്റെ പിന്നാലെ ആന്റിക്കറിയോ അതാരാണ്? ഇടയമഠത്തിലെ ഏത് സന്തതിയാ എന്റെ അച്ഛനെ കൊന്നത്? ശബരി, ഇനി അതിന്റെ പിന്നാലെ പോകരുത്. നിനക്കറിയാലോ ബാലേട്ടന് എന്താ സംഭവിച്ചതെന്നും ഗായത്രിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ. ആരവ് കൂടെ ഉണ്ടായിട്ടും അവൻ എന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ? എന്തിന് ഇത്രയൊക്കെ പണവും ആൾപരവും എല്ലാം ഉണ്ടായിട്ടും ആരവിന്റെ അപ്പാപ്പൻ എന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ? വേണ്ട കുട്ടി, ആരവ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നേ ഉള്ളൂ. എനിക്ക് വയ്യ നിന്നെ കൂടെ ആ അവസ്ഥയിൽ കാണാൻ. അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. ദൈവം ആരും അറിയൂതല്ല. ഇല്ല, അവൻ എന്തൊക്കെയോ അറിയാൻ ശ്രമിച്ചിരുന്നു, അറിഞ്ഞിട്ടില്ല. അവനെ അറിയിക്കരുത്. അവൻ അറിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാലോ. ശബരി മോനെ, നീ അതിന്റെ പിന്നാലെ പോയില്ലല്ലോ. ദേവൂട്ടനെ അറിയിക്കില്ലല്ലോ. അറിയിക്കരുത്. ഇനിയും അതിന്റെ പിന്നാലെ പോയി നിങ്ങളുടെ ഭാവി കളയരുത്, പ്ലീസ്. ഇല്ല ആന്റി, ഞാനായിട്ടൊന്നും അറിയിക്കില്ല. ആന്റി ചെല്ലേ. ഇല്ല ആന്റി, ആന്റി പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. പ്രോമിസ്. ഞങ്ങൾ രണ്ടുപേരും അന്തസ്സായിട്ട് ഈ നാട്ടിൽ തന്നെ ജീവിക്കും. പാറു, നീ ഒന്ന് എണീക്ക്. അമ്മ ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഞാനാ പറഞ്ഞു വരണ്ട, ഞാൻ വിളിച്ചോളാന്ന്. നീ ഇനിയും ചെന്നിട്ടില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. ചേച്ചി, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റായി പോയോന്ന്. അതാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, നമ്മൾ ഇതുവരെ കണ്ട ആളുകളെ പോലെയല്ല ഇവിടുത്തെ അമ്മയും അച്ഛനും. അത് നിനക്ക് ഉടനെ മനസ്സിലാവും. ഓ, നിനക്ക് അമ്മയും അച്ഛനും, എനിക്ക് അമ്മാവനും അമ്മായി. ഇപ്പൊ ഇവിടുത്തെ മരുമകളാണല്ലോ. അമ്മായിയമ്മയും അമ്മായപ്പനും പറഞ്ഞത് പിടിച്ചില്ല മരുമകൾക്ക്. പാറു, അവക്ക് മാത്രമല്ല, ഇനി മോൾക്കും അമ്മ അച്ഛന്നൊക്കെ വിളിക്കാം. എണീക്കണ്ട, അവിടെ ഇരിക്കേ. സോറി. എന്തിന്? ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും
പാടില്ലായിരുന്നു. മോൾക്ക് കഥയൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അമ്മയുടെ സ്നേഹമുള്ള ഏത് മക്കളും ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ പെങ്ങൾക്ക് ഇങ്ങനെ 2 കുട്ടികളാണല്ലോ ഉള്ളത്. അങ്കിളിന് എന്നോട് ദേഷ്യമുണ്ടോ? എന്റെ കൂടപ്പിറപ്പാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടാതെ 2 പേരെ ഞങ്ങള്. വല്ലപ്പോഴേ ഞാൻ അവളെ കാണാറുള്ളൂ. പക്ഷേ എപ്പോ കണ്ടാലും ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന എൻ്റെ അനിയത്തിയുടെ മുഖമേ എൻ്റെ മനസ്സിലുള്ളൂ. അവൾ എങ്ങനെയാ കരയുന്നത്, എങ്ങനെയാ ദേഷ്യപ്പെടുന്നത് ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും അവളെ കണ്ടിട്ടില്ല. ഇന്നലെ മോളെ അങ്ങനെ കണ്ടപ്പോ അവൾ ഈ ഏട്ടന്റെ മുന്നിൽ മറച്ചു വെച്ച ഒരുപാട് സങ്കടവും പരാതിയും ഒരുമിച്ച് കേട്ട പോലെ എനിക്ക് തോന്നിയത്. അമ്മ ദേഷ്യപ്പെടാറില്ല അങ്കിളെ. സങ്കടപ്പെടുന്നത് ആരെയും കാണിക്കാറുമില്ല. പക്ഷേ ഇപ്പൊ വലിയ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ ആയിരിക്കും. ഞാൻ അങ്കിളിനെ വിഷമിപ്പിച്ചില്ലേ, കരയിപ്പിച്ചില്ലേ? എന്റെ അമ്മ എന്നോട് ഓർക്കില്ല. അങ്ങനല്ല, ജാനിമോളുടെ അമ്മ മരിച്ചുപോയെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ മോളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അതെന്റെ അനിയത്തിയാണെന്ന്. സ്വന്തം പെങ്ങള് മരിച്ചുപോയത് വർഷങ്ങൾക്ക് ശേഷം അറിയുന്ന ആങ്ങള. ഞാൻ മരവിച്ചു പോയി മോളെ. മോള് പറഞ്ഞതൊന്നും ഞാൻ കേട്ടതേയില്ല. മോള് പറഞ്ഞ പോലെ അവളിത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സമാധാനത്തോടെ കഴിയുമ്പോൾ അവൾക്കത് സന്തോഷമേ ആവുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളിനി ഇവിടെ നിന്നാൽ മതി, ഞങ്ങളുടെ മക്കളായിട്ട്. അതെ, മതി സെന്റിമെന്റ് സീന്. ഈ കുറിഞ്ഞിപ്പൂച്ച ഇവിടെ വന്നിട്ട് ഒരു പച്ച വെള്ളം കുടിച്ചിട്ടില്ല. അത് കണ്ടിട്ട് ദേ ഈ മൊയിലംകുട്ടി ഒരു സാധനം കഴിക്കുന്നില്ല. ഇങ്ങനെ പോയാലേ രണ്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഓൾറെഡി ഇതിന് എല്ലാ വൈറ്റമിൻസും കുറവാ. നിനക്ക് തിന്നാനൊന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് പച്ചക്കറി ആ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ല. അതൊക്കെ ഒന്ന് കഴിച്ച് എന്റെ ഫ്രിഡ്ജ് ഒന്ന് ഒഴിച്ചു തരണം. എന്റെ പൊന്നു മക്കളെ, അതൊരു നല്ല ഐഡിയ ആയിരിക്കും. ഇവിടെ ബാത്റൂമിലും ബെഡ്റൂമിലും സ്പേസ് ഇല്ലെങ്കിലും ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങളെ ഫ്രിഡ്ജിലല്ലേ ഞാൻ കിടത്തി ഓർക്കുന്നത്? നിങ്ങൾ വാ പിള്ളേരെ. പിള്ളേര് മാത്രം വന്നാൽ മതിയോ? ഞാൻ വരണ്ടേ? ആ വാ, ഒരു പണിയുണ്ട്. പണിയോ? എന്നാ ഞാൻ രാവിലെ അവിടെ പാത്രങ്ങൾ പൊട്ടിച്ചില്ലേ, അതിന്റെ ചില്ലെല്ലാം പെറുക്കി ക്ലീൻ ചെയ്ത് ദൂരെ കൊണ്ട് കളയണം. എനിക്കൊന്നും വയ്യാതെ പെറുക്കാൻ. ഡെയിലി 2 പാത്രം പൊട്ടിച്ചില്ലെങ്കിൽ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. ചോദിച്ചു വാങ്ങിച്ചു. ചക്കി, എന്താ ചേച്ചി നീ എന്താ ഇവിടെ ആലോചിച്ചിരിക്കുന്നേ? കുളിക്കുന്നില്ലേ? പാറു, എന്റെ ഡ്രസ്സെല്ലാം ആരവിന്റെ റൂമിലാണ്, ഞാൻ എടുത്തിട്ട് വരാം. നീ കുളിക്കാൻ കയറിക്കോ. ചേച്ചി, എനിക്ക് ഇന്നർ വെയറൊക്കെ ഡ്രസ്സെല്ലാം നിന്റേത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യാത്തതുണ്ട്, അതെടുത്തിട്ട് വരാം. തൽക്കാലം ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ നമുക്കുള്ളത്. ചേച്ചി, നിങ്ങള് ഒരു റൂമിലായിരുന്നു. അപ്പോ ഒന്നുമില്ല, അയാൾ എന്നെക്കാട്ടിലും ഡീസന്റ് ആണ്. അക്കാര്യത്തെ നീ പേടിക്കണ്ട. ഓ, അക്കാര്യത്തിൽ ഇത്തിരി ഡീസന്റ് അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു? നീയല്ലേ പറഞ്ഞത് ഇത്തിരി കടുംപിടുത്തക്കാരനാണെങ്കിലും നല്ല സ്വഭാവമാണെന്ന്? പിന്നെ കാണാനോ കിടലുക്ക്. അച്ഛനും അമ്മയും നിന്നെ മോളെ പോലെ നോക്കുന്നത്, പിന്നെന്താ കുഴപ്പം? അതുകൊണ്ട് മറിച്ചെടുക്കാനല്ലേ? കിട്ടിക്കൂടെ? ഒന്ന് കിട്ടിയതാ, ഇവിടെ വന്ന് കിടക്കുന്നത്. അവനെ കിട്ടിയിട്ടല്ലേ ഉള്ളു, ഇവിടെയല്ലേ ജീവിച്ചത്, പിന്നെന്താ ഒന്ന് സ്ഥിരമാക്കിക്കൂടെ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, എത്ര ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും? ഹോസ്റ്റലിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞതാ. നീ കുളിക്കാൻ കയറി, ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ആ ശരി തമ്പ്രാട്ടി.
ജാനി കൈവിട്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട. ഈ ശബ്ദത്തിന് അത്ര ഗൗരവം പോരല്ലോ. എനിക്കറിയാവുന്ന ആരവ് ദേഷ്യം വന്നാൽ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്. ഇഷ്ടപ്പെടാത്തത് ചെയ്ത കറണ്ട് അടിച്ചു പൊളിക്കും. എന്തേ ചെയ്യുന്നില്ലേ? ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ വന്ന് സംസാരിക്കാതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ വീഡിയോയില് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിന്റെ ഫ്ലക്ച്വേഷൻ കാണാം. ഞാൻ നല്ല അലർജി ഉള്ള ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അലർജി വരും, അപ്പോൾ സൗണ്ടും പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഇപ്പം ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് സൺഡേ മാത്രമേ അവധിയുള്ളൂ. ആ സമയവും പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയ്ക്ക് എഫേർട്ട് എടുത്താലും അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. മാക്സിമം എനിക്ക് ആകെ 500 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇത് ഞാൻ എടുക്കുന്ന എഫേർട്ട് സംബന്ധിച്ച് വളരെ കുറവാണ്. അപ്പോൾ കാണുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ കാലത്തിന്റെ സ്പെഷ്യൽ പാർട്ട് വേണമെന്നൊരു കമന്റ് കണ്ടു. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ പറയണം. എങ്കിൽ ഞാൻ സ്പെഷ്യൽ പാർട്ട് ഇടാം. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും റൂട്ട്സ് ഓഫ് ലൈഫ് ചോദിച്ചപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കമന്റ് കണ്ടത്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റിലൂടെ പറയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഒപ്പീനിയൻ കമന്റിലൂടെ അറിയിക്കണം. ഓക്കെ ദെൻ, ഹാവ് എ നൈസ് ഡേ.